ഉഷകാലത്തിൻ താരകമേ, ഉഷസിൻ കീർത്തനമേ, സ്വർഗാരോപിത മാതാവേ, സ്വർഗത്തിൻ രാജ്ഞേ. ഉഷകാലത്തിൻ താരകമേ, ഉഷസിൻ കീർത്തനമേ, സ്വർഗാരോപിത മാതാവേ, സ്വർഗത്തിൻ രാജ്ഞേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 23-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 4, ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ തിരുനാൾ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധ്യാനിച്ചു വന്ന ആ മുറയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ധ്യാനിച്ചു വരികയായിരുന്നു. ഇന്നലെ നമ്മൾ ദയ ധ്യാനിച്ചു. ഇന്ന് നന്മ ആണ് ധ്യാനിക്കേണ്ടിയിരുന്നത്, ജനറോസിറ്റി ആണ് ധ്യാനിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ അതിനെ ഒന്ന് പോസ് ചെയ്യുകയാണ്. നാളെ നമ്മൾ നന്മ ധ്യാനിക്കും. അത് കഴിഞ്ഞിട്ട് വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവ ധ്യാനിക്കും. അപ്പം 4 കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ 5 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ 5 നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇനി 4 കൂടെ ധ്യാനിക്കാനുണ്ട്. അത് നാളെ തൊട്ടായിരിക്കും. അപ്പോൾ ഇന്നപ്പോൾ എന്താ വെച്ചാൽ പരിപാടി എന്ന് ചോദിക്കരുത്. ഇന്ന് ഞാൻ എക്സ്ക്ലൂസീവ്ലി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ഇന്നത്തെ ചിന്ത, ഇന്നത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ സന്ദേശം. ഇന്ന് വൈദികരുടെ തിരുനാൾ ദിവസമാണ്. ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ്. പുരോഹിത വർഷം കത്തോലിക്ക സഭ ആഘോഷിച്ചപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ
എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായി ജോൺ മരി വിയാനി പുണ്യാളനെ നൽകുകയും ചെയ്തു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്വാർത്ഥതയാണ് കേട്ടോ ഇത്, അത് ഉള്ളതങ്ങ് ആദ്യമേ പറയാമല്ലോ. ഞാൻ ഓർക്കുകയായിരുന്നു, ഇത്രയും മനുഷ്യർ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ നാളുകളിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തരണമെന്ന് തോന്നി. അത് ഞങ്ങളെക്കുറിച്ച് തന്നെയാണ്, അച്ഛന്മാരെക്കുറിച്ചാണ്. ഇന്ന് അച്ഛന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം കുറച്ച് പൗരോഹിത്യ വിചാരങ്ങളും കുറച്ച് ആവശ്യമുണ്ട്, പറയേണ്ടതും കേൾക്കേണ്ടതും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളെക്കുറിച്ച് പറയാൻ വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെ പറയേണ്ടി വരും. അതിപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇത്രയും പേര് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന ഈ ദൈവജനം മുഴുവൻ ഒരുമിച്ച് ഈ ദിവസം നമ്മുടെ പുരോഹിതർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത് പുരോഹിതരെ എല്ലാം വെള്ള പൂശാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കരുത്. അല്ല, അങ്ങനൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. കാരണം എനിക്ക് നന്നായിട്ടറിയാം ഞങ്ങളൊക്കെ ബലഹീനരാണ്, ഞങ്ങൾക്കൊരുപാട് കുറവുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. സ്വാഭാവികമായും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കുറവുകളുണ്ടാകും അച്ഛന്മാർക്ക്. എന്താ കാര്യം? നിസ്സാര കാര്യം. നിങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കൾക്കാണ് ഞങ്ങളും ഉണ്ടായത്. ഞങ്ങളാരും മാനത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ടവരല്ല, പൊതിഞ്ഞു കെട്ടി ഭൂമിയിലേക്ക് ഇട്ടതല്ല ഞങ്ങളെ ദൈവം. നിങ്ങളെപ്പോലെയുള്ള സാധാരണ മാതാപിതാക്കൾക്ക് ജനിച്ച് 10-15 വർഷം ആ കുടുംബ സാഹചര്യത്തിൽ വളർന്നവരാണ് ഞങ്ങൾ. അതിനുശേഷം ഒരു 10-12 വർഷമാണ് സെമിനാരിയിൽ പഠിക്കുന്നത്. ആ 12 വർഷത്തെ പഠനം കൊണ്ട് അതിന് മുമ്പേ കിട്ടിയതൊന്നും മാഞ്ഞു പോകില്ല. നല്ലത് കിട്ടിയെങ്കിൽ അവിടെ കാണും, ചില കെട്ടത് അവിടെ കാണും. നമ്മൾ പറയത്തില്ലേ, ജാതിയാലുള്ളത് തൂത്താ പോകില്ലെന്നൊക്കെ പറയില്ലേ. ചില കുറവുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ കുറവുകൾ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ കുർബാന ക്രമത്തിൽ നിങ്ങൾക്കറിയാം, ബേമയിൽ നിന്ന് വചനവേദിയിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മുകളിലേക്ക് പരിശുദ്ധ മദ്ബഹായിലേക്ക് കയറുന്ന പുരോഹിതൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 വട്ടം കുമ്പിട്ടാണ് ബലിപീഠത്തെ സമീപിക്കുന്നത്. എന്ന് വെച്ചാൽ 3 വട്ടം കുമ്പിട്ട് വണങ്ങി നിവർന്ന് ബലിപീഠത്തിൻ്റെ ചാരത്തെത്തി കഴിയുമ്പോൾ പിന്നെ ബലിപീഠത്തിൻ്റെ 3 ഇടങ്ങളിൽ നടുക്കും 2 അറ്റങ്ങളിലും ഈ പുരോഹിതൻ ചുംബിക്കുകയാണ്. ചുംബിച്ചിട്ട് ഇങ്ങനെ ബലിപീഠത്തോട് ചേർന്ന് മദ്ബഹ നോക്കി പുരോഹിതൻ നിൽക്കുമ്പോൾ അവൻ അയോഗ്യതാബോധം ഉണ്ടാവുകയാണ്. വൈദികൻ്റെ ഉള്ളു പിടയ്ക്കുകയാണ്. കർത്താവേ, ഈ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ ചാരത്ത് നിന്ന് നിന്റെ അതിവിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ എന്ന് പുരോഹിതൻ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ അവനിൽ നിന്നുയരുന്ന തേങ്ങലാണ് അടുത്ത പ്രാർത്ഥന. അവൻ കരങ്ങൾ കർത്താവിലേക്ക് നീട്ടിപ്പിടിച്ച് അവൻ വിളിക്കും, കർത്താവേ ആശീർവദിക്കണമേ. കർത്താവിൻ്റെ സഹായം ചോദിക്കുകയാണ്. അടുത്തത് അവൻ സഹായം ചോദിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോടാണ്. തിരിഞ്ഞിട്ട് പുരോഹിതൻ പറയും, എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വണങ്ങി നിൽക്കും പുരോഹിതൻ. നിങ്ങൾ എത്ര പേര് എൻ്റെ സംശയമാണ് ആ നേരത്ത് മനസ്സറിഞ്ഞ് ആ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? എന്താ അച്ഛൻ ഈ ചോദിക്കുന്നറിയാമോ? അച്ഛൻ ചോദിക്കുന്നത്, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ 1.5 മണിക്കൂർ കുർബാന ചൊല്ലി തീർക്കാൻ ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നല്ല. ഇന്ന് ഈ അർപ്പിക്കുന്ന കുർബാന എൻ്റെ ജീവിതം കൊണ്ട് പൂർത്തിയാക്കാൻ എൻ്റെ ജനമേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് ഈ പുരോഹിതൻ യാചിക്കുന്നത്. നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ അവിടെ നിന്ന് കൂളായിട്ട് മറുപടി പറയും, അച്ഛൻ ക്യാരി ഓൺ, കണ്ടിന്യൂ, നടക്കട്ടെ കാര്യങ്ങൾ, അവിടം വരെ കയറി ചെന്നതല്ലേ, ബാക്കി ചൊല്ലി തീർക്കുക, ഞങ്ങളുണ്ട്. അതല്ലാതെ എത്ര പേര് മനസ്സറിഞ്ഞ് ആ നേരത്ത് ഈ അച്ഛന് വേണ്ടി, ഈ കുർബാനയിൽ നിന്ന് അച്ഛന് വേണ്ടി പോരാ, നമുക്കറിയാവുന്ന പുരോഹിതർക്ക് വേണ്ടിയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കടം അതാണ്. അതായത് ഇഷ്ടംപോലെ വിമർശനങ്ങളുണ്ടല്ലേ ഈ കാലത്ത്, ഇഷ്ടംപോലെ വിമർശനങ്ങളുണ്ട് പുരോഹിതരെക്കുറിച്ച്. ശരിയാണ്, കുറച്ചൊക്കെ ഞങ്ങളുടെ ഭാഗത്തും പിഴവുകളുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങൾക്ക് ആനുപാതികമായ പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് ഉയർന്നോ? അതാണ് എൻ്റെ സംശയം. ഒന്നുകിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുത്തോ. അടുത്ത കാലത്ത് ഒരു ചേട്ടൻ എൻ്റെ മുറി വന്നിട്ട് അച്ഛന്മാരെ കുറ്റം പറയുകയാണ്. ഞാൻ കേട്ടിരുന്നു, എൻ്റെ സ്വഭാവത്തിന് ഞാൻ പറഞ്ഞു ചേട്ടൻ പറയട്ടെന്ന് വിചാരിച്ചു. ചേട്ടൻ ആഘോഷമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അച്ഛൻ ശരിയല്ല, ഈ അച്ഛൻ ശരിയല്ല, ആ അച്ഛനും ശരിയല്ല. മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ 3 ആൺപിള്ളേരില്ലായിരുന്നോ ചേട്ടന്? 3 ആൺപിള്ളേരില്ലായിരുന്നോ? ഒരെണ്ണത്തിനെ അച്ഛനാക്കാൻ മേലായിരുന്നോ? ഒരെണ്ണത്തിനെ
സഭയ്ക്ക് കൊടുക്കാൻ മേലായിരുന്നു? നല്ല ചേട്ടൻ്റെ മനസ്സിലുള്ള നല്ല പെർഫെക്റ്റ് അച്ഛനില്ലേ, ആ അച്ഛനാക്കി കാണിക്കാൻ മേലായിരുന്നോ ചേട്ടൻ്റെ മോനെ? അപ്പോൾ ചേട്ടൻ്റെ മറുപടി, അയ്യോ അച്ഛാ, അതിന് ദൈവവിളി ഉണ്ടാകണ്ടേ, ദൈവവിളി കിട്ടണ്ടേ, അതാണ് രക്ഷപ്പെടാനുള്ള എളുപ്പ വഴിയാണ്, ദൈവവിളി കിട്ടണ്ടേ. അപ്പം മറുചോദ്യം, ചേട്ടാ ദൈവവിളി കിട്ടാൻ പാകത്തിൽ വളർത്തണമായിരുന്നു, ദൈവവിളി കിട്ടാൻ പാകത്തിൽ വളർത്തണമായിരുന്നു. ഏതൊക്കെയോ മാതാപിതാക്കൾ അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി നമുക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ടല്ലേ, വിട്ടുകൊടുത്തുകൊണ്ടല്ലേ നമുക്ക് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ഉള്ളത്. ഈ കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു രംഗമുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട് മറിയത്തോട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് സമയം എന്ന വാക്കിൻ്റെ അർത്ഥം കുരിശു മരണത്തിൻ്റെ സമയമെന്നാണ്, കുരിശു മരണത്തിൻ്റെ സമയം. അപ്പോൾ ഈശോ പറയുകയാണ് മറിയത്തോട്, മറിയമേ നിനക്കൊരു കാര്യം അറിയാവോ, എൻ്റെ കുരിശു മരണത്തിൻ്റെ സമയം ആയിട്ടില്ല. ഞാൻ ഈ അത്ഭുതം എങ്ങാനും പ്രവർത്തിച്ചാൽ എന്നെ 4 പേരറിയും, എൻ്റെ കുരിശു മരണത്തിൻ്റെ സമയം കുറിക്കപ്പെടും, ഞാൻ കുരിശേൽ മരിക്കേണ്ടി വരും. ഇനി അമ്മ പറ, ഞാൻ മരിക്കണോ വേണ്ടയോ എന്ന്. മറിയം എന്താ പറയുന്നത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻ്റെ കുഞ്ഞേ, നീ മരിക്കുന്നത് വഴി ഈ കുടുംബത്തിന് വീഞ്ഞു കിട്ടുമെങ്കിൽ, ഇവരുടെ മാഞ്ഞുപോയ സന്തോഷം തിരിച്ചു കിട്ടുമെങ്കിൽ, എൻ്റെ പൊന്നുകുഞ്ഞ് മരിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം മകനെ മറിയം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ചെയ്തത്. പുരോഹിതരുടെയും സന്യസ്തരുടെയും ഒക്കെ അമ്മമാർക്ക് ഈ മറിയത്തിൻ്റെ മുഖമുണ്ട്. കാരണം 10-15 വയസ്സിൽ വീട്ടിൽ അപ്പനോട് അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ പറയുകയാണ്, അമ്മേ ഞാൻ സെമിനാരി ചേർന്നോട്ടെ, മഠത്തിൽ ചേർന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഈ അമ്മമാർക്ക് നമ്മളിൽ പലരെയും പോലെ പൊതിഞ്ഞു പിടിക്കാമായിരുന്നു കുഞ്ഞുങ്ങളെ. വേണ്ട കുഞ്ഞേ, നീ ഞങ്ങളുടെ ഈ സുരക്ഷിത വലയത്തിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാമായിരുന്നു. പക്ഷേ ഏതൊക്കെയോ അമ്മമാര്, ഏതൊക്കെയോ അപ്പന്മാര് സ്വന്തം മക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഫലമാണ്. എൻ്റെ കുഞ്ഞേ, നീ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് വഴി ആർക്കെങ്കിലുമൊക്കെ വചനം കിട്ടുമെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ വിശുദ്ധ കുർബാന കിട്ടുമെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ പാപമോചനം കിട്ടുമെങ്കിൽ, ആർക്കെങ്കിലും ഒരു ആശ്വാസമാകുമെങ്കിൽ, എൻ്റെ പൊന്നുകുഞ്ഞ് മരിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ മരണത്തിലേക്ക് ചില മാതാപിതാക്കൾ തള്ളിവിട്ടതിൻ്റെ ഫലമാണ് നമുക്ക് പുരോഹിതരുള്ളത്. ഇതാ ഇന്ന് ഈ 23-ാമത്തെ നാളിൽ, വിമല ഹൃദയ പ്രതിഷ്ഠ 23 നാളിൽ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ, കഴിഞ്ഞ 23 നാളുകളായി എന്നോടൊപ്പം വചനത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, കുട്ടനാട്ടിലെ ചമ്പക്കുളം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു അപ്പനും അമ്മയും അവർക്ക് ലഭിച്ച ഏക ആൺതരിയെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തതിൻ്റെ, മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഫലമല്ലേ കഴിഞ്ഞ 23 നാളുകളായി നിങ്ങൾ വചനം കേൾക്കുന്നത്. ആരുടെയൊക്കെയോ സമർപ്പണമാണ് ഓരോ പുരോഹിതനും, ആരുടെയൊക്കെയോ സമർപ്പണമാണ് ഓരോ സന്യാസിനിയും. എന്നിട്ട് നമുക്ക് കല്ലെറിയാൻ വേണ്ടി മാത്രമുള്ളവരായിട്ട് അവരെ ധരിച്ചു വെക്കരുത്. കല്ലെറിയാൻ വേണ്ടി മാത്രമുള്ളവരായിട്ട് അവരെ ധരിച്ചു വെക്കുക. ഒന്നുകിൽ സ്വന്തം മക്കളെ കൊടുക്കണം, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് രണ്ടും ചെയ്യാതെ വിമർശിക്കാൻ വേണ്ടി മാത്രം നാവാടരുത്. അതൊരു അനീതിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിലിരുന്ന് കൂടുന്നവർ, അല്ലെങ്കിൽ ഇനി യൂട്യൂബിലാണ് കേൾക്കുന്നതെങ്കിൽ അങ്ങനെ ഈ ടോക്ക് ഉണ്ടല്ലോ, ഇന്നത്തെ ടോക്ക് അല്പം കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യേണ്ടത്, റെഗുലർ വ്യൂവേഴ്സ് മാത്രം ഇത് കണ്ടാൽ പോരാ. യൂട്യൂബിലൂടെയൊക്കെ ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നവർ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കുറച്ച് പേർക്ക് അങ്ങ് അയച്ചു കൊടുക്കണം. ഇത് എത്തണം, സഭ മുഴുവൻ ഈ വിശേഷം, ഈ വാർത്ത എത്തണം. അത് നിങ്ങളെ പ്രത്യേകം ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് വൈദികരുടെ തിരുനാൾ നമ്മുടെ സഭ ആഘോഷിക്കുമ്പോൾ ഈ വിശേഷം എല്ലായിടത്തും എത്തണം. അത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ഞാൻ നിങ്ങളെ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളെ മാമോദീസ മുക്കിയ അച്ഛൻ്റെ പേരറിയാം? എത്ര പേർക്ക് മാമോദീസ മുക്കിയ അച്ഛൻ്റെ പേരറിയാം? ബഹുഭൂരിപക്ഷത്തിനും അറിയത്തില്ലായിരിക്കും. എന്തേ അന്വേഷിക്കാഞ്ഞത്? ഇത്രയും കാലമായില്ലേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു, എന്തേ അന്വേഷിക്കാഞ്ഞത്? അങ്ങനെ ഒരു പുരോഹിതൻ കൈക്കുമ്പിളിൽ അല്പം വെള്ളമെടുത്തിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ മാമോദീസ മുക്കുന്നുവെന്ന് പറഞ്ഞ് ഇറ്റിച്ച് വീഴിച്ചതിൻ്റെ ഫലമല്ലേ ഈ കത്തോലിക്ക സഭയുടെ സുഹൃതങ്ങൾ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കൂദാശകളുടെ നന്മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നന്ദിയോടെ ഒന്ന് ഓർക്കണ്ടായിരുന്നോ? എന്താ ഇതുവരെ അന്വേഷിച്ചില്ല? നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞില്ല. അല്ലെങ്കിൽ പോട്ടെ, മാമോദീസ പോട്ടെ, നിങ്ങളെ കല്യാണം കെട്ടിച്ച, വിവാഹം ആശീർവദിച്ച അച്ഛന്മാരുടെ പേര് എത്ര പേർക്കറിയാം? എനിക്കറിയാം. ഇപ്പോൾ കുറേ പേര് ചാടി കൈവെക്കും. ആ മാമോദീസയുടെ ക്ഷീണം അങ്ങ് മാറ്റാൻ വേണ്ടി ചാടി കൈവെക്കും. നല്ല കാര്യം. പക്ഷെ ചോദ്യം അതല്ല, ചോദ്യം വരുന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര പേർ 5, 10, 15, 20 വർഷമൊക്കെ വാർഷികം ആഘോഷിച്ചില്ലേ? 25ഒക്കെ കെങ്കേമമായിട്ട് ആഘോഷിച്ചില്ലേ? ഇതേതെങ്കിലും ഒരു വാർഷിക ആഘോഷത്തിൽ 1 കിലോ കേക്കും ഒരല്പം ഓറഞ്ചും അല്പം ആപ്പിളും ഒക്കെ വാങ്ങിച്ച് ഏതെങ്കിലും അച്ഛൻ്റെ അടുത്ത് പോയോ? നിങ്ങളെ കെട്ടിച്ച അച്ഛൻ്റെ അടുത്ത് എന്നിട്ട്, അച്ഛോ, അച്ഛനാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം ആശീർവദിച്ചത്, ഞങ്ങൾക്കന്ന് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു, അച്ഛൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ട് തട്ടിയും മുട്ടിയൊക്കെയാണ് പോകുന്നതെങ്കിലും ഇതുവരെ ഉടഞ്ഞു പോയിട്ടില്ല, പൊട്ടി തകർന്നിട്ടില്ല അച്ചോ, ഇവിടം വരെയൊക്കെ എത്തി, ഇതേ 2-3 പിള്ളേരുണ്ട്, എല്ലാം നല്ല നിലയിലൊക്കെ ആയി.
അച്ചാച്ചൻ്റെ പ്രാർത്ഥനകൾക്ക് നന്ദി, ഇനിയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം, ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നന്ദിയോടെ എത്ര പേര് ആ കല്യാണം ആസ്വദിച്ച പുരോഹിതനെ തേടി പോയിട്ടുണ്ട്? പോകത്തില്ലെന്നേ നമ്മൾ പോകത്തില്ല. കാരണം ഉണ്ടല്ലോ, ഇത്രമേൽ നന്ദികേട് അനുഭവിക്കുന്ന വേറൊരു സമൂഹമില്ല ഈ വൈദികരെ പോലെ. നമ്മുടെ കൺമുമ്പിലുള്ള കാലത്ത് തേനാണ്, പാലാണ്, ചക്കരയാണ്, പൊന്നാണ്, ഭയങ്കര സ്നേഹമാണ് അച്ഛനോട്. കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോകുന്നതോടുകൂടി ഈ പുരോഹിതരൊക്കെ നമുക്ക് അപ്രസക്തരായിട്ട് മാറുകയാണ്. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഞാൻ പ്രത്യേക ടാസ്ക് ഏൽപ്പിക്കാം. ഇത് ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല. ഇത് ഈ മാസം, ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങളുടെയൊക്കെ രൂപതകളിൽ കാണും ഈ അച്ഛന്മാരുടെ വൃദ്ധമന്ദിരം, പ്രീസ്റ്റ് ഹോം, വിയാനി ഹോം എന്നൊക്കെ അറിയപ്പെടുന്നത്. അച്ഛന്മാരുടെ വൃദ്ധമന്ദിരം എന്ന് വെച്ചാൽ ഇടവക പട്ടക്കാരായ അച്ഛന്മാർ 75-ാമത്തെ വയസ്സാകുമ്പം റിട്ടയർമെൻ്റ് ആണ്, കമ്പൾസറി ആണ്. പിന്നെ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും പള്ളി ഇരിക്കാൻ പറ്റില്ല, റിട്ടയർ ചെയ്യണം. എന്നിട്ട് ഈ പ്രീസ്റ്റ് ഹോമിലേക്ക് വരണം, ഈ വൃദ്ധമന്ദിരത്തിലേക്ക് വരണം. ഒന്ന് പോയി കാണേണ്ട കാഴ്ചയാണ്. പഴയ സിംഹങ്ങളൊക്കെയാണ് സടകൊഴിഞ്ഞ് അവിടെ ഇരിക്കുന്നത്. കാരണം ആ കാലത്തുണ്ടല്ലോ, അവരുടെ സുവർണ കാലഘട്ടമായിരുന്നു ആ പൗരോഹിത്യത്തിൻ്റെ, അവരുടെയൊക്കെ കാലം. ഗർജിക്കുന്ന സിംഹങ്ങളായിരുന്നു. ഞങ്ങളൊക്കെ പിന്നെ തട്ടുകിട്ട് വളരുന്ന തലമുറയാണ്, ഞങ്ങൾക്ക് അത്രയും ഗർജനമൊന്നുമില്ല. പക്ഷെ പഴയ തലമുറ അങ്ങനല്ലായിരുന്നു. അവരായിരുന്നു ആ നാട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവ്. അവർ കൽപ്പിക്കുന്നത് പോലെയാണ് ഒരു നാട് മുന്നോട്ട് പോയത്. പവർഫുള്ളായിരുന്നു, സ്പിരിച്വലിയും ഒപ്പം ഈ ഭൂമിയുടെ അധികാരം നോക്കിയാലും പവർഫുള്ളായിരുന്നു അവർ. അങ്ങനെ ഒരു തലമുറ സടകൊഴിഞ്ഞിരിപ്പുണ്ട് അവിടെ പ്രാർത്ഥനകളുമായിട്ട്. അവർ കാത്തിരിപ്പുണ്ട്, വഴിക്കണ്ണുമായിട്ട് ജനലഴികൾക്കിടയിലൂടെ നോക്കിയിരിപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും, എൻ്റെ നന്മയുടെ പങ്ക് പറ്റി ആരെങ്കിലും, ഞാൻ വഴി വെട്ടിക്കൊടുത്ത, ഞാൻ വീട് വെച്ച് കൊടുത്ത, എൻ്റെ സമ്പാദ്യത്തിൻ്റെ മിച്ചം പിടിച്ച് ഞാൻ പഠിപ്പിച്ച, ഞാൻ വിവാഹം ആശീർവദിച്ച, മാമുദീസ മുക്കിയ ആരെങ്കിലുമൊക്കെ ഒരല്പം സ്നേഹവും പൊതിഞ്ഞുകൊണ്ട് എന്നെ കാണാൻ വരുമായിരിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വൃദ്ധ പുരോഹിതരുണ്ട്. ഓരോ ഇരവിലും അവർ കിടക്കയിലേക്ക് വീഴും, വരുവാനില്ലാരും ഈ വഴിയിൽ എന്ന് തിരിച്ചറിഞ്ഞ്. ആരും വരാനില്ല, അങ്ങനെയൊന്നും നന്ദിയോടെ ആരും പോകാനില്ല. ഇതാണ് പൗരോഹിത്യം. ഇനിയിപ്പോൾ അതും പോട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ എത്ര പേര്, ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ അച്ഛനായിട്ട് ഇത് എന്നെ കണ്ടാൽ അല്പം സീനിയറായിട്ടൊക്കെ തോന്നുമെങ്കിൽ ഞാൻ അതിന് മാത്രം മുതിർന്ന അച്ഛനൊന്നുമല്ല. 7ാമത്തെ വർഷമേ ആയിട്ടുള്ളൂ അച്ഛനായിട്ട്. ഈ ഡിസംബറിലാണ് 7 വർഷം തികയുന്നത്. അപ്പോൾ ഇന്നേ വരെ എന്ന് പറയുമ്പം ഒരു ഇതുണ്ട്. ഞാനിത് ഈയിടെയാണ് ഞാനിത് പറയാൻ തുടങ്ങിയത്. പറഞ്ഞു തുടങ്ങിയപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. എന്തെങ്കിലും ഞാനത് സ്ട്രെസ് കിട്ടാൻ വേണ്ടി പറയുകയാണ്. ഇന്നേ വരെ ഈ 7 വർഷത്തിനിടയ്ക്ക് ദൈവജനം കുർബാന പണം നിയോഗമേൽപ്പിക്കുമ്പോൾ, കുർബാന നിയോഗത്തിൻ്റെ 100 രൂപ, ഒറ്റ കുർബാനയ്ക്ക് 100 രൂപയും പാട്ട് കുർബാനയ്ക്ക് 200 രൂപ ഏൽപ്പിക്കുമല്ലോ നിങ്ങൾ. ഇന്നേ വരെ മരിച്ചുപോയൊരു അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ആരും കുർബാന ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളാരും ചെല്ലിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും വേണ്ടി ചെല്ലിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ പള്ളിയിൽ പണ്ടിരുന്നൊരു വികാരി അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി സമർപ്പിച്ചോ? നിങ്ങളെ കല്യാണം കെട്ടിച്ച് അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലൊരു അച്ഛന് വേണ്ടിയിട്ട് ഇല്ലെന്നേ. അങ്ങനൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ഈ അച്ഛന്മാരെയൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അച്ഛന്മാരൊക്കെ ചെറിയ ടോക്കും ധ്യാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ അച്ഛന്മാരോട് സ്നേഹത്തോടെ പറയും, എൻ്റെ പൊന്നച്ഛ, അച്ഛന്മാരെ എങ്ങനെങ്കിലും സ്വർഗത്തിൽ കയറി പൊക്കോണം, എങ്ങനെങ്കിലും സ്വർഗത്തിൽ കയറി പൊക്കോണം. നമ്മുടെ എങ്ങാനും ഗതികേടിന് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തായി പോയാൽ നമ്മളെ ഇവിടുന്ന് തള്ളിക്കയറ്റാൻ ഭൂമിയിൽ ആരുമില്ല. കുർബാന ചൊല്ലിയും പ്രാർത്ഥിച്ചും ഉപവാസം എടുത്തും ഇവിടുന്ന് നമ്മളെ തള്ളിക്കയറ്റി വിടാൻ ഭൂമിയിൽ ആരും നമ്മൾ മിച്ചം വെച്ചിട്ടില്ല. അവർക്കൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ നേരമുള്ളൂ. നമുക്ക് വേണ്ടി ആരും ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വല്ല വിധേനയും സ്വർഗത്തിൽ കയറി പൊക്കോണം. ശുദ്ധീകരണ സ്ഥലമൊന്നും നമുക്കൊരു ഓപ്ഷനല്ല. ആരുമില്ല പ്രാർത്ഥിക്കാൻ. അത് ഞാൻ പറഞ്ഞത്, അല്പം കൂടെ നന്ദിയോടെ സ്നേഹത്തോടെ, കുറവുകളുണ്ടെന്ന് ഞാൻ സമ്മതിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്പം കൂടെ നന്ദിയോടെ സ്നേഹത്തോടെ ഈ അച്ഛന്മാരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഈ പ്രായത്തിലുള്ള അച്ഛന്മാർക്കൊക്കെ വലിയ കുഴപ്പമില്ല. കാരണം വീട്ടിലൊരു അപ്പനും അമ്മയൊക്കെ ഉണ്ട്. എൻ്റെ മനസ്സിലുണ്ട് ഒരു 45-50 വയസ്സൊക്കെ ആകുമ്പോൾ കാത്തിരിക്കുന്ന അനാഥത്വത്തെക്കുറിച്ച് നല്ല ചിന്തയുണ്ട്. പക്ഷേ അപ്പനും അമ്മയൊക്കെ കടന്നു പോകും. കൂടപ്പറപ്പുകൾക്ക് അവരുടെ കുടുംബമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും വലുത്. അതോടുകൂടി ഒരു പുരോഹിതൻ ഭൂമിയിൽ ഒറ്റയായി പോവുകയാണ്. പിന്നെ ആരുമില്ല പ്രത്യേകിച്ച്. പിന്നെ ദൈവം മാത്രം തുണ. അങ്ങനെ ജീവിക്കുകയാണ്. അവരുടെ കൂടെ നമുക്കൊന്ന് നിന്ന് കൊടുക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഇന്ന് ഈ മാധ്യമങ്ങളും ഇപ്പോഴത്തെ പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം കൂടെ പൗരോഹിത്യത്തിൻ്റെ അപജയം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി മുദ്രാവാക്യം വിളിക്കരുത്. കാരണം അവർക്കൊക്കെ പ്രത്യേക അജണ്ടയുണ്ട്. അവർക്കറിയാം ഈ സഭയെ തകർക്കണമെങ്കിൽ ഇവരെ തകർക്കണമെന്നറിയാം, ഈ വെള്ളക്കുപ്പായക്കാരെ തകർക്കണമെന്നറിയാം.
നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നമ്മൾ ഇന്ന് കത്തോലിക്ക സഭയുടെ മെച്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ കുറേ എണ്ണം 10-16 വയസ്സിൽ വീടും നാടും മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ചാവേറുകളെ പോലെ ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മെച്ചം. ഏത് വഴിയിൽ കിടന്ന് ചാകാനും ഒരുക്കമായി ചാവേറുകളെ പോലെ പെണ്ണും പെടക്കോഴിയും പിള്ളേരും ഇല്ലാതെ കുറേ എണ്ണം ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയതിൻ്റെ ഫലമാണ് നമുക്ക് ഈ മെച്ചപ്പാടുകളുള്ളത്. നമുക്ക് ഇനിയും പുരോഹിതരെ വേണമെന്നേ. നമ്മുടെ സഭയ്ക്ക് ഇനിയും പുരോഹിതരെ ആവശ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകാൻ, അവരുടെ പാപങ്ങൾ കേട്ട് അവർക്ക് പാപപൂർത്തിയുടെ ആശീർവാദം കൊടുക്കാൻ, വിവാഹം ആശീർവദിക്കാൻ, അവസാനം കിടക്കയിലാകുന്ന കാലത്ത് നമ്മുടെ ശിരസിലും നമ്മുടെ കണ്ണുകളിലും കാതുകളിലും അധരങ്ങളിലും കൈകളിലും കാലുകളിലും റൂഷ്മ ചെയ്ത് പാപമോചനത്തിന് രോഗീലേപനം നൽകി ഒടുവിൽ ചേതനയറ്റു പോകുന്ന ഉടല് താങ്ങിയെടുത്ത് ദേവാലയത്തിൽ സമർപ്പിക്കാൻ നമുക്കിനിയും പുരോഹിതരെ ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുക പുരോഹിതർക്ക് വേണ്ടിയിട്ട്, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞു തുടങ്ങിയ ഇഷ്ടം പോലെ ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്നത്തെ എൻ്റെ സ്ട്രെസ് മുഴുവൻ ഇതാണ്. മെയിൻ ത്രസ്റ്റ് ഇതാണ്, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് എന്നറിയാമോ? ഇന്നത്തെ ഹോംവർക്ക് വളരെ പ്രാക്ടിക്കലായിട്ടൊരു ഹോംവർക്ക് തരാൻ പോവാണ് ഞാൻ. ഹോംവർക്ക്, നിങ്ങളെ മാമോദീസ മുക്കിയ അച്ഛനെ തപ്പിയെടുക്കണം. അത് കുഞ്ഞുങ്ങളും മുതിർന്നവരൊക്കെ, കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എന്നെ കേൾക്കുന്ന മുതിർന്നവർക്ക് പറ്റുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ പിള്ളേരുടെ മാമോദീസ വളർത്തിയ അച്ഛനെങ്കിലും തപ്പിയെടുത്തിട്ട് ഒരു ഫോൺ കോൾ അച്ഛന്. ഇന്ന് തിരുനാൾ ദിവസമല്ലേ അച്ചോ, മരിയ വിയാനി പുണ്യാളിൻ്റെ തിരുനാളിൻ്റെ ആശംസകളുണ്ടച്ഛാ, പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടച്ഛാ, ഞങ്ങളുടെ കൊച്ചിന് അച്ഛനാണ് മാമോദീസ കൊടുത്തത്, നന്ദിയുണ്ടച്ചോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ചോ. മതി. കല്യാണം കെട്ടിച്ച അച്ഛനെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചെടുക്കുന്നേ. വിളിക്ക്, അച്ഛാ നന്ദിയുണ്ടച്ഛാ. അതുങ്ങൾക്ക് അങ്ങനെ ഒരു ഫോൺ കോളൊന്നും കിട്ടിയിട്ടില്ല. പള്ളിയിലിരിക്കുന്ന കാലത്ത് ഭയങ്കര സ്നേഹമാണ്, അതെന്തെങ്കിലും കാര്യം നടക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് കൺമുമ്പിൽ നിന്ന് മായുമ്പോൾ അങ്ങനെ ഒരു നന്ദിയുടെ ഫോൺ കോൾ പുറകെ ചെല്ലട്ടെ, ഒരു പ്രാർത്ഥനയുടെ അഷുറൻസ് പുറകെ ചെല്ലട്ടെ. നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഇടവകയിൽ മുമ്പ് കടന്നുപോയ പുരോഹിതർ, നേരത്തെ ഇരുന്ന് ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ അച്ഛന്മാരെയൊക്കെ ഒന്ന് വിളിക്കുക, അച്ചോ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ്. അതായത് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന ഈ വലിയ ജനം, എനിക്കറിയാം നമ്മൾ ഒരുമിച്ചൊരു വലിയ സമൂഹമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഇന്ന് 2 കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമുക്ക് ഓൾറെഡി ജപമാലയുണ്ട്, ഒരു അധിക ജപമാല. മുട്ടുമേ നിന്നോ കൈവിരിച്ച് പിടിച്ചോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ത്യാഗമെടുത്ത് ഒരു അധിക ജപമാല എല്ലാ പുരോഹിതർക്കും വേണ്ടി സമർപ്പിക്കണം. പൗരോഹിത്യ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികാർത്ഥികളെയും സെമിനാരിയിലുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 2, ഒരു ഫോൺ കോൾ. ഈ നന്ദി പറഞ്ഞ് ഈ തിരുനാളിൻ്റെ ആശംസകൾ നേർന്ന് ഒരു ഫോൺ കോൾ പോട്ടെ ഇന്നത്തെ ദിവസം. അടുത്തത്, ഈ മാസമെങ്കിലും പറ്റുമെങ്കിൽ ഈ വൃദ്ധ മന്ദിരം, അച്ഛന്മാരുടെ പ്രീസ്റ്റ് ഹോം കുടുംബം ഒരുമിച്ച് സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇടവകയിലെ സംഘടനകളൊക്കെ ഒരുമിച്ച് സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണ്. എന്നിട്ട് ആ അച്ഛന്മാരോട് പറ, അച്ചോ ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സന്തോഷം അതുങ്ങൾക്ക് പകർന്നു കൊടുക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മുടെ പ്രിയപ്പെട്ട പുരോഹിതരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: പുരോഹിതർക്കു വേണ്ടി ഒരധിക ജപമാല ചൊല്ലുക, വൈദികരെ വിളിച്ച് തിരുനാൾ ആശംസിക്കുക, വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികരെ സന്ദർശിക്കുക. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു
നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എന്നേക്കും പുരോഹിതനായ ഈശോയെ നിനക്ക് ആരാധന. കർത്താവേ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിവസം ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചതൊക്കെയും പൗരോഹിത്യ വിചാരങ്ങളാണ്. കർത്താവേ, നിന്റെ അന്ത്യത്താഴ വേളയിൽ നീ ഞങ്ങൾക്കായി സ്ഥാപിച്ചു നൽകിയ 2 കൂദാശകൾ, പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും. ദിവ്യകാരുണ്യമേ, തിരുമുമ്പാകെ ആയിരുന്നു കൊണ്ട് നിന്റെ വലിയ ദാനമായ പൗരോഹിത്യത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ വിഷയമാക്കുകയാണ്. ഈശോയെ, ഞങ്ങൾക്കായി നീ നൽകിയ പുരോഹിതരെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ അജപാലകരെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന നിന്റെ വാഗ്ദാനത്തെ ഓർത്ത് കർത്താവേ നന്ദി. ഇന്നോളം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ട, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ പുരോഹിതരെയും നന്ദിയോടെ ഓർത്ത് അവരെയൊക്കെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്കിനിയും വിശുദ്ധരായ പുരോഹിതരെ നീ നൽകണമേ. ദൈവവിളികളാൽ ഞങ്ങളുടെ സഭയെ നീ സമ്പന്നമാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നിന്റെ സ്വരം എത്തട്ടെ. ആത്മാക്കളുടെ രക്ഷയ്ക്കായി മടുപ്പ് കൂടാതെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ സഭയിൽ ഇനിയും പുരോഹിതരെ നീ തിരഞ്ഞെടുക്കണമേ. പൗരോഹിത്യ പരിശീലനത്തിലായിരിക്കുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ പരിശീലന കാലഘട്ടം കൊണ്ട് നിന്റെ ഹൃദയത്തിന് ചേർന്ന പുരോഹിതരായി തങ്ങളെ തന്നെ മാറ്റിയെടുക്കുവാൻ അവരെ ഒരുക്കണമേ. അവരെ പരിശീലിപ്പിക്കുന്ന വന്ദ്യരായ പുരോഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ പുരോഹിതരെ ഒരുക്കിയെടുക്കുവാൻ കർത്താവേ, അവർക്ക് നിന്റെ കൃപ നീ നൽകണമേ. ഈശോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്നവർ ഈ നേരത്തും കാസയും പിലാസയും ഉന്നതങ്ങളിലേക്ക് ഉയർത്തി പരിശുദ്ധ ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതർ, വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർ, വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ പാപമോചനം നൽകുന്നവർ, കർത്താവേ, ഞങ്ങളെല്ലാ പുരോഹിതരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ നീ ബലപ്പെടുത്തണമേ. ആത്മവിശ്വാസം തകർന്നു പോകാതെ നിന്റെ സാന്നിധ്യത്തിൻ്റെ കരുത്തു നൽകി നിന്റെ പുരോഹിതരെ നീ ബലപ്പെടുത്തണമേ. ഈശോയെ, ഞങ്ങളുടെ പുരോഹിതരുടെ വഴികളിൽ നിന്ന് എല്ലാ പാപപ്രലോഭനങ്ങളെയും നീ എടുത്തു മാറ്റണമേ. വിശുദ്ധിയിൽ ഞങ്ങളുടെ വൈദികരെ നീ കാക്കണമേ. ഈശോ, പ്രത്യേകമായി പുരോഹിതരുള്ള ഞങ്ങളുടെ നിലപാടിനെ ഞങ്ങൾ ആത്മശോധന ചെയ്യുന്നു.
പുരോഹിതർക്ക് വേണ്ടി കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക, അവരോടൊപ്പം നിൽക്കുക, അവരുടെ കുറവുകളെ ആഘോഷമാക്കാതെ ഞങ്ങളൊക്കെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഈശോ, ഏതെങ്കിലുമൊക്കെ വൈദികരെ ഞങ്ങൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കാര്യമില്ലാത്ത കാര്യത്തിന് പുരോഹിതരുടെ കണ്ണീര് ഞങ്ങൾ വീഴ്ചിട്ടുണ്ടെങ്കിൽ, ഈ നേരത്ത് ഞങ്ങൾ അനുതപിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേലും നിന്റെ പുരോഹിതരുടെ മേലും നീ കരുണയായിരിക്കണമേ. ദൈവജനമേ, ഈ നേരത്ത് ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് പൗരോഹിത്യത്തെ നമുക്ക് ധ്യാനിക്കാം, പുരോഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കാം, അവരുടെ സമർപ്പണത്തെ നന്ദിയോടെ ഓർക്കാം. ഇനിയും മിടുക്കരായ യുവജനങ്ങൾ പൗരോഹിത്യത്തിലേക്ക് ആകൃഷ്ടരാകുവാൻ, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവവിളി ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയോടെ വിവേകത്തോടെ നിന്റെ ജനത്തെ നയിക്കുവാൻ കർത്താവേ, നിന്റെ പുരോഹിതരെ നീ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ പുരോഹിതരെ ദൈവസന്നിധിയിൽ ഉയർത്തി സമർപ്പിച്ച് പൗരോഹിത്യ വിചാരങ്ങളെ ധ്യാനമാക്കി പ്രാർത്ഥനയാക്കി ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കായിരിക്കും. പ്രത്യേകിച്ച് പുരോഹിതരുടെ മാതാപിതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് വൈദികരുടെ മാതാപിതാക്കൾ ചങ്കു പറിച്ച് ദൈവത്തിനും ദൈവത്തിൻ്റെ സഭയ്ക്കുമായി സമർപ്പണം നടത്തിയവർ, കർത്താവെ, അവരുടെ സമർപ്പണത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിയാനി ഹോമിലായിരിക്കുന്ന ഞങ്ങളുടെ വൃദ്ധരായ പുരോഹിതരെ, നീണ്ട വർഷങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്ത് വാർദ്ധക്യ സഹജമായ ക്ലേശങ്ങളാൽ വലയുന്ന ഞങ്ങളുടെ എല്ലാ പുരോഹിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, ഈ നേരം തിരുകരവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ ഇന്നോളം പരിചയപ്പെട്ടുള്ള എല്ലാ പുരോഹിതരുടെയും മുഖങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരട്ടെ. നമ്മുടെ കുടുംബത്തിൽ വൈദികരുണ്ടെങ്കിൽ അവരെ ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ച് നൽകുന്ന, നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ പുരോഹിതരെയും ഓർത്ത് പൗരോഹിത്യത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ധ്യാനപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ വിളി കേട്ട് ഭാരത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കാ ജീവിക്കുന്നവനല്ലോ ഇടയൻ. ദൈവത്തിൻ വിളി കേട്ട് ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. തിരുവൾത്താരയിൽ നിനക്കാ ബലിയാകാൻ വന്നൊരു ഇടയൻ. തിരുവഴിയിൽ നിന്നു നീ അകലാതിരിക്കുവാൻ തിരുവചനം പകരുന്ന ഗുരുവാണവൻ. ആ ഇടയൻ്റെ കണ്ണുനീർ വീഴ്ത്തരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ആ നെഞ്ചു പിടയുവാൻ, ആ മനം തേങ്ങുവാൻ ഒരു നാളും നീ ഇടയാക്കരുതേ. ദൈവത്തിൻ വിളി കേട്ട് ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. ഈശോയെ,
നിന്റെ പുരോഹിതരെയും പുരോഹിതാർത്ഥികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനിയും ദൈവവിളികൾ ഉണ്ടാകുവാൻ യാചിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 ഈശോയേ, 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 ആരാധന 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 ഈശോയേ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ.
അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, 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 അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. ഉഷകാലത്തിൻ താരകമേ, ഉഷസിൻ കീർത്തനമേ,
സ്വർഗാരോപിത മാതാവേ, സ്വർഗത്തിൻ രാജ്ഞേ, ഉഷകാലത്തിൻ താരകമേ, ഉഷസിൻ കീർത്തനമേ,